കൊടും വരൾച്ചയിൽ സംസ്ഥാനത്ത് 257 കോടിയുടെ കൃഷിനാശം. കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. വരൾച്ച ബാധിച്ച ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിനും ജനപ്രതിനിധികൾക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. 257 കോടി രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൽ 175 കോടിയുടെ നഷ്ടവും ഇടുക്കിയിലാണ്. ഏറ്റവും കൂടുതൽ നശിച്ചത് ഏലം കൃഷിയാണ്. 4050 ഏക്കർ. ഏലത്തട്ടകൾ കിട്ടാനില്ലാത്തതിനാൽ റീപ്ലാന്റിംഗ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കർഷകരുടെ ദുരിതത്തിന് സഹായമായി കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സ്പൈസസ് ബോർഡ് അടക്കമുള്ള കമ്മോഡിറ്റി ബോർഡുകൾ ശക്തമായി ഇടപെടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വായ്പ എടുത്തിട്ടുള്ള കർഷകരുടെ കാര്യം ഉന്നയിച്ചു. നമുക്ക് കേരളത്തിൽ തന്നെ കടാശ്വാസ കമ്മീഷൻ നിലവിലുണ്ട്. ആ കടാശ്വാസ കമ്മീഷൻ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളോട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് കേന്ദ്രമാണ് ആ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പം നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യത്തിൽ ആവശ്യപ്പെടാൻ സംസ്ഥാന ഗവൺമെൻറ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇളവുകൾ അനുവദിക്കേണ്ടതുണ്ട്. മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ അടയ്ക്കുന്നതിനുള്ള സമയം നീട്ടിക്കിട്ടുന്നുള്ളതല്ലാതെ പലിശയ്ക്കകത്തൊന്നും യാതൊരു ഇളവും ഉണ്ടാകുന്നില്ല. മൊറട്ടോറിയം കൊണ്ട് കർഷകനൊരു ചെറിയ കിട്ടുന്നത് അടയ്ക്കാനുള്ള സമയം നീട്ടിക്കിട്ടുന്നു. പക്ഷേ തുക പലിശയ്ക്കകത്ത് ഒരു ഇളവും വരാതിരിക്കുമ്പോൾ കർഷകർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഭവിക്കുക. അതുകൊണ്ട് മൊറട്ടോറിയം പോലുള്ള കാര്യങ്ങളല്ല, കർഷകർക്ക് വായ്പയ്ക്ക് എടുത്തിരിക്കുന്ന കർഷകർക്ക് പലിശയ്ക്കകത്ത് ഇളവുകൾ കൊടുക്കുന്നതിലേക്ക് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ അടക്കമുള്ളവ ചിന്തിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി മുമ്പാകെ ഞങ്ങൾ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. വീണ്ടും ആ കാര്യം ഉന്നയിക്കാനാണ് ആലോചിക്കുന്നത്. നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമീണ മേഖലയെ സഹായിക്കാൻ വേണ്ടി രൂപം കൊണ്ടതാണ്. ഗ്രാമീണ മേഖലയും കാർഷിക മേഖലയും ഈ വരൾച്ചയുടെ ഭാഗമായി ഉഷ്ണതരംഗത്തിൻ്റെയൊക്കെ ഭാഗമായി വലിയ തകർച്ചയിലേക്ക് എത്തുമ്പോൾ നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ നമ്മളെ സഹായിച്ചേ മതിയാവുള്ളൂ. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ പാക്കേജുകൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ ഇതെല്ലാം. അതിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് സഹായിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതിനാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ സന്ദർശനം കുമളി പഞ്ചായത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിലെ വിവിധ ഭാഗത്തുണ്ടായ കൃഷിനാശം സംഘം വിലയിരുത്തി. തുടർന്ന് കട്ടപ്പനയിൽ വിവിധ കർഷക സംഘടനാ നേതാക്കളുമായും ജനപ്രതിനിധികളുമായും മന്ത്രി ചർച്ച നടത്തി. അടിയന്തര ഇടപെടലുകൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമാകുന്നതിനാൽ ഉദ്യോഗസ്ഥ തലത്തിൽ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കൈരളി ന്യൂസ്, ഇടുക്കി.